അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ടൊന്നും പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ട് 11th സയൻസുകാർക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. ഫിസിക്സിനുള്ള ബയോളജിക്ക് പ്ലാൻ പറയാൻ ഞാൻ ആരുമല്ല, കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ബയോളജി സയൻസുകാർക്കും CSRക്കും ഡിഫറൻ്റ് ആയിട്ടാണ് പ്ലാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കെമിസ്ട്രി എക്സാമിൻ്റെ മുന്നേ ആണ്, നിങ്ങളെ കെമിസ്ട്രി എക്സാമിൻ്റെ മുന്നേ. അപ്പോൾ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ CSRക്കുള്ള പ്ലാൻ പറയാം, പിന്നെ ബയോളജിക്കാർക്കുള്ള പ്ലാൻ പറയാം. ബയോളജിക്കാരുടെ പ്ലാൻ ഞാൻ അവിടെ ടൈം സ്റ്റാമ്പ് ആക്കിയിട്ട് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ബയോളജിക്കാരെ അതൊന്ന് ജസ്റ്റ് നിൽക്കിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഏകദേശം 15-ാം തീയതി കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16, 17, 18, 19, 20, 21, 22, 22-ാം തീയതിയാണ് ഫിസിക്സ്. ഏകദേശം 6.5 ദിവസം ഉണ്ട്, ഉച്ച വരെ ഉണ്ട്. ഏകദേശം 6-7 ദിവസത്തിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ് ഉണ്ട്. കാരണം ബയോളജി എക്സാം കഴിഞ്ഞാൽ വൈകുന്നേരം ഉണ്ട്. അതൊന്നും ആരും പഠിക്കാൻ പോകില്ല എന്ന് എനിക്കറിയാം. കാരണം അതെന്തായാലും റെസ്റ്റ് വേണം, കാരണം അത്ര ലീവുള്ളവർക്ക്. CS സ്റ്റുഡൻ്റ് ഒന്നും എന്തായാലും പഠിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ 7 ദിവസം ഉണ്ട്. അതിൽ ഫുള്ള് ഫിസിക്സ് നോക്കണം. നല്ലൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ ഫുള്ള് ഒരിക്കലും ഫിസിക്സ് നോക്കരുത്. കാരണം മാത്സിനാകെ പിന്നെ 2-2.5 ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടണുള്ളൂ മാത്സ്. അപ്പോൾ നമ്മളത് അത് ആലോചിച്ച് പഠിക്കണം. ഉറപ്പായിട്ടും മാത്സിന് ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസം, ആദ്യത്തെ 2 നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് നല്ല രീതിയിൽ അറിയെങ്കിൽ ആദ്യത്തെ 2 ദിവസം കൊടുക്കണം എന്നില്ല. അല്ലെങ്കിൽ മാത്സ് തീരാറില്ല. ഞാൻ ഒന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് ആണ് നല്ല അറിയാൻ വെച്ചോളി. അപ്പോൾ മാത്സിനാണ് കൂടുതൽ ദിവസം കൊടുക്കേണ്ടത് ഈ സ്റ്റഡി ഗ്യാപ്പിൽ. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് നല്ല അറിയെങ്കിൽ ഫിസിക്സിനാണ് കൂടുതൽ ടൈം കൊടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടും തീരാറില്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ടൈം കൊടുക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാത്സിന് ഒരു 2 ദിവസം കൊടുക്കുക. 6 ദിവസം ഉണ്ടല്ലോ, അതിൽ ഏകദേശം 2 ദിവസം മാത്സിന് കൊടുക്കുക. ആ 2 ദിവസത്തിൽ നിങ്ങൾ മാക്സിമം ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുക. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുക 2 ദിവസം മൊത്തം മാത്സിന്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പകുതി മാത്സിന് കൊടുക്കുക, ഒരു ദിവസം പകുതി ഫിസിക്സിന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ 3 ദിവസമായിട്ട് അടുപ്പിച്ച് കൊടുക്കുക. ഒന്നുകൂടി നല്ല ഞാൻ പറഞ്ഞ നേരത്തേതായിട്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ചടപ്പുണ്ടാവും, എന്നാൽ മറ്റേ ശരിക്ക് ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ ആ 2 ദിവസം മാത്സിന് കൊടുക്കുക എന്തായാലും. പിന്നെ ഒരു 4 ദിവസം ഉണ്ടല്ലോ, 4 ദിവസത്തിൽ ഒരു ദിവസം മൊത്തം നിങ്ങളെ ചാപ്റ്റേഴ്സ് ഫുള്ള് കവർ ചെയ്യാൻ. ചാപ്റ്റേഴ്സ് എത്ര ഉണ്ട്? ഏകദേശം 13-12 ചാപ്റ്റേഴ്സ് ഇട്ടുണ്ട് ഫിസിക്സിൽ പ്ലസ് 1-ൽ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഫുള്ള് കവർ ചെയ്യാനാണ് ഒരു ദിവസം. ഒരു 1-1.5 ദിവസം, മാക്സിമം 1.5 ദിവസം. 1.5 ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്ററും ഷോർട്ട് ലൈവ് നിങ്ങൾക്ക് നോട്ട് വെച്ചിട്ടാണ് അങ്ങനെ പഠിച്ചിട്ട് ഫുള്ള് കവർ ചെയ്യുക 1.5 ദിവസം കൊണ്ട്. അപ്പോൾ ബാക്കി 1.5 ദിവസം മാക്സിമം കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. 1.5 ദിവസം മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. 1.5 ദിവസം കൊണ്ട് കവർ ചെയ്യുക. ബാക്കിയുള്ള ഒരു 1/2 ദിവസം എന്തിനാ അറിയോ? ഡെറിവേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ചെയ്ത് പഠിക്കുക ഡെറിവേഷൻസ്. ഒരു വട്ടെങ്കിലും എല്ലാ ഡെറിവേഷൻസ് ചെയ്യുക. ഒരു വട്ടം ചെയ്യുക. ഒരു വട്ടം നിങ്ങൾ ഇപ്പോൾ ഡെറിവേഷൻസ് ഇപ്പോൾ എഴുതില്ലെങ്കിൽ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ബുക്കിലേക്ക് എഴുതുക. ഒരു വട്ടം നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കുമ്പോൾ നല്ല അത്യാവശ്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസം അതിന് കൊടുക്കുക. പിന്നെ ഒരു 2 ദിവസം ഉണ്ടല്ലോ, ആ 2 ദിവസം മൊത്തം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രം. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ലൈവാണോ ഇഷ്ടം അത് ചെയ്യുക. അല്ലെങ്കിൽ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യുക. NCERT ഇപ്പോൾ കെമിസ്ട്രി എത്രത്തോളം ടഫാണെന്ന് എനിക്ക് പറയാനില്ല, നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ടഫായി വരികയാണെങ്കിൽ NCERT ചെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ലൈവ് ഫിസിക്സ് എക്സാമിനർ, സൈലം, എജുപോർട്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാണാം. ഞാൻ പറയാം എക്സാമിനർ കാരണം അലക്സ് സാറ് കിണ്ണനാക്കി ക്ലാസ് എടുത്തരും. ഫിസിക്സിന് അങ്ങനെയാണ് എക്സാമിനർ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ക്ലാസ് ഉണ്ട്, 2 ദിവസം ഉണ്ട്. 2 ദിവസത്തിൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൻ്റെ PDF ഒക്കെ നമ്മൾ എന്തായാലും എടുത്തുക. PDF ഒക്കെ നമുക്ക് പിന്നെ നോക്കാൻ ആവശ്യമില്ല. അല്ലാതെ ഫുള്ളൊന്നും നമുക്ക് നോട്ടിക്ക് ഒരിക്കലും എഴുതിയിട്ട് കഴിയില്ല. പിന്നെ തിയറീസൊക്കെ കുറേ പഠിക്കാനുണ്ടോ ഫിസിക്സിൽ, അതൊക്കെ മാക്സിമം എഴുതി പഠിക്കുന്നതാണ് നല്ലത്. വായിച്ച് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം വായിച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും പിന്നെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഓർമ്മ ഉണ്ട്, ബ്രെയിനിൽ അങ്ങനെ ഓർമ്മ ഉണ്ട് പറയും. പക്ഷേ പരീക്ഷയിൽ ലാസ്റ്റ് എഴുതാൻ കിട്ടില്ല. അതിനോടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക, വായിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കും കൂടി നല്ലതാണ്. അങ്ങനെ ആ 2 ദിവസം അതിന് കൊടുക്കുക. പിന്നെ ഒരു ഉച്ച വരെ ഉണ്ടല്ലോ, എക്സാമിൻ്റെ അന്ന് തന്നെ ഉച്ച വരെ ഉണ്ടല്ലോ. അന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് PDF നോക്കുക. ഫുൾ ക്വസ്റ്റ്യൻസിൻ്റെ PDF നോക്കുക. നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പഠിച്ചോ ആ 2 ദിവസം കൊണ്ട് അതിൻ്റെ ഫുൾ PDF നോക്കുക. ഇപ്പോൾ നിങ്ങളതിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ +2കാർക്കൊക്കെ ഷോർട്ട് നോട്ട്സിൻ്റെ അയച്ചു കൊടുത്തിരുന്നു. +1കാർക്ക് ഞാൻ ഉണ്ടാക്കിയില്ല, കാരണം +1 അല്ലല്ലോ ഞാൻ. അപ്പോൾ +1കാർക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി രാവിലെ അത് നോക്കി പഠിക്കുക. പിന്നെ PDF നോക്കുക. പിന്നെ എന്തായാലും പോകുന്നതിന് മുന്നേ 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഡെറിവേഷൻസ് ഒന്നും കൂടി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുകയാണെങ്കിൽ ഒന്നും കൂടി നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് പോവുക. ഫിസിക്സ് നമ്മൾ ഏകദേശം A+ ഉറപ്പിക്കുക, കുഴപ്പമില്ലാതെ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരെ പ്ലാനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ബയോ സയൻസുകാർക്കുള്ളത്. അപ്പോൾ ബയോ സയൻസുകാർക്കുള്ള പ്ലാൻ പറയുകയാണെങ്കിൽ 20-ാം തീയതിയാണ് അവർക്ക് ബയോ സയൻസിൻ്റെ എക്സാം. ബയോ സയൻസ് പറഞ്ഞാൽ ബയോളജിൻ്റെ എക്സാം. പിന്നെ 22-ാം തീയതി ഫിസിക്സ്. അപ്പോൾ 2 ദിവസം അവിടെ ഗ്യാപ്പ് കിട്ടണുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏകദേശം 15 കഴിഞ്ഞാൽ 16, 17, 18, 19 ഏകദേശം 4 ദിവസത്തോളം ബയോളജിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് നല്ല ടഫാണെങ്കിൽ ഒരു ദിവസം
ഈ സ്റ്റഡി ലീവില്ല 4 ദിവസം സ്റ്റഡി ലീവ് ബയോളജിക്കില്ല, അതിൽ ഒരു ദിവസം ഫിസിക്സിന് കൊടുക്കുക, ഫസ്റ്റത്തെ ദിവസം. അല്ലാതെ അതിൻ്റെ എക്സാമിൻ്റെ 2 ദിവസം മുന്നുള്ള ദിവസം ഒന്നും കൊടുക്കരുത്, ഫസ്റ്റത്തെ ദിവസം തന്നെ ഫിസിക്സിന് കൊടുക്കുക. ഫിസിക്സ് ആ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാഠം തീർക്കാനാണെങ്കിൽ പാഠം തീർക്കുക, അല്ലെങ്കിൽ ഡെറിവേഷൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കണ്ട, അങ്ങനെ പാഠം തീർക്കാനാണെങ്കിൽ പാഠം തീർക്കുക, പാഠം കഴിയുന്നത്രയും തീർക്കുക. എന്നിട്ട് ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾക്ക് ബയോളജി എന്തായാലും അത്യാവശ്യം ടഫ് ആവുകയാണെങ്കിൽ 3 ദിവസം ബയോളജിക്ക് തന്നെ കൊടുക്കുക. എന്നിട്ട് നേരെ ബയോളജി എക്സാം എഴുതുക. പിന്നെ ബയോളജി എക്സാമിന് പോയിട്ട് വന്നിട്ടൊരു വൈകുന്നേരം ഉണ്ടാവുമല്ലോ, ആ വൈകുന്നേരം കൊണ്ട് നമ്മൾ 4 ദിവസത്തെ സ്റ്റഡി ലീവിൽ ഒരു ദിവസം മൊത്തം ഫിസിക്സിന് കൊടുത്തല്ലോ, അതിൽ കവർ ചെയ്യാൻ ഇനിയും പാഠങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ആ ദിവസം കൊണ്ട് തീർക്കുക. പിന്നെ പിറ്റേ ദിവസം പിന്നെ 2 ദിവസം ഉള്ളല്ലോ ഫിസിക്സിന് സ്റ്റഡി ലീവ് ബയോളജിക്കാർക്ക്. അപ്പോൾ ആ 2 ദിവസത്തിൽ ഒരു ദിവസത്തിൻ്റെ പകുതി ഡെറിവേഷൻ കൊടുക്കുക. ഞാൻ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പറഞ്ഞാൽ തന്നെ ഡെറിവേഷൻ കൊടുക്കുക, ഒരു ദിവസത്തിൻ്റെ പകുതി ഡെറിവേഷൻ കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞൊരു ചെറിയൊരു തെറ്റുണ്ട്. ഞാൻ ബയോളജിക്കാരുടെ ടൈം ടേബിൾ ഇപ്പോൾ കറക്റ്റായി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം സ്റ്റഡി ലീവ് ഉള്ളൂ. 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21 മാത്രമേ സ്റ്റഡി ലീവ് ഉള്ളൂ. 22-ാം തീയതി എക്സാമാണ്. ഞാൻ 2 ദിവസം എന്നാണ് പറഞ്ഞു പോയത്. അപ്പോൾ അതിന് വലിയൊരു സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നമ്മൾ ബയോളജിയിലെ 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള 4 ദിവസത്തെ ഗ്യാപ്പ്, അതിൽ തന്നെ നിങ്ങൾ ഒരു 1.5 ദിവസം ഫിസിക്സിന് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആവും ഫിസിക്സ്. 1.5 ദിവസത്തിൽ എല്ലാ ചാപ്റ്ററും തീർക്കുക. പിന്നെ ആ ബയോളജി എക്സാം കഴിഞ്ഞിട്ടുള്ള പകുതി ദിവസം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന ദിവസം ആ വൈകുന്നേരം മൊത്തം ഡെറിവേഷൻ കൊടുക്കുക. ഫുൾ ഡെറിവേഷൻ ചെയ്യുക. ഡെറിവേഷൻ മാത്രം നോക്കിയിട്ട് ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അങ്ങനെ ഡെറിവേഷൻ മാത്രം ചെയ്യുക. ഡെറിവേഷൻ കഴിഞ്ഞിട്ട് നേരെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം സ്റ്റഡി ലീവ് ഉണ്ടല്ലോ, ആ ഒരു ദിവസത്തിൽ ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫുൾ ഏത് ലൈവെങ്കിൽ കാണുക, അല്ലെങ്കിൽ NCERT നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എല്ലാ പാഠത്തിലും. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പാഠം നല്ല ടഫായി തോന്നുകയാണെങ്കിൽ, തീരെ പഠിച്ചില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് വെയിറ്റേജ് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് നേരെ ആ ഉച്ച വരെയുള്ള ഞാൻ പിന്നെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ നേരെ തുടങ്ങി. ക്വസ്റ്റ്യൻസ് സുഖം അതിൻ്റെ PDF ഒക്കെ എടുത്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കുറേ എഴുതുക. ന്യൂസ് പ്രിൻറ്റിലോ A4 എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. എന്നാലും ഫുൾ എഴുതാനൊന്നും കഴിയില്ല, ടൈം കൺസ്യൂമാണ്, ടൈം കുറവുള്ളൂ. അതിനോണ്ട് PDF ഒക്കെ എടുത്തേക്കാവും നല്ലത്. ഇപ്പോൾ PDF ഒക്കെ നോക്കിയിട്ട് പഠിക്കാൻ കഴിയും. PDF നോക്കിയിട്ട് നിങ്ങൾക്ക് തിയറി ഒക്കെ എഴുതി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. ആ 1.5 ദിവസം അങ്ങനെ ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ദിവസമാണല്ലോ എക്സാമിൻ്റെ അന്ന് നേരെ PDF എടുത്തിട്ട് ഫുള്ള് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടോ, എല്ലാം മനസ്സിലാവാത്ത ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ആ എക്സാമിന് പോകുന്നതിൻ്റെ ഒരു 2-2.5 മണിക്കൂർ മുന്നേ ഡെറിവേഷൻസ് ഒന്നും കൂടി നോക്കുക. ഡെറിവേഷൻസ് ഒന്നും കൂടി ചെയ്ത് നോക്കാനാണ് ടൈം ഉണ്ടാവുക വെച്ചാൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീരെ കിട്ടാത്തൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായതൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നേരെ എക്സാമിന് പോവുക. അത്ര തന്നെയുള്ളൂ ഫിസിക്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ. ഫിസിക്സൊക്കെ +1 നമുക്ക് നല്ല സിമ്പിളായിരുന്നു, കുഴപ്പമില്ലാത്ത. അതിനോട് തന്നെ ഫുൾ മാർക്കൊക്കെ കിട്ടിയേ. മാത്സ് ആയിരുന്നു +1 ഏറ്റവും ടഫ്. ഇനി മാത്സിൻ്റെ സ്റ്റഡി പ്ലാനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. അപ്പോൾ ഫിസിക്സിന് അത്ര തന്നെയുള്ളൂ ചെറിയ സ്റ്റഡി പ്ലാൻ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ഇടാം. ബയോസയൻസ്